ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറ്റില്ല എന്നല്ലേ? അല്ല, പറ്റും. നമുക്ക് അത് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ ചക്കയോ മാങ്ങയാണോ അത് തുരന്നു നോക്കാൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ? ശരിയല്ലേ? പക്ഷേ നമുക്കും നമ്മുടെ ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ ചില ചെപ്പിടി വിദ്യകളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും അവരുടെ സ്വഭാവങ്ങൾ, നല്ല ഗുണങ്ങൾ നമുക്ക് മനസ്സിലാകുകയും നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല സ്വഭാവം, നല്ലതാണ് ചെയ്യുന്നത്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനു പകരം നേരെ വിപരീതമായി അവൻ്റെ ഒരു കുറ്റം, നമ്മൾ ഒരു ചീത്ത നല്ലതല്ലാത്ത ഒരു സംഭവം എടുത്ത് നീയാണ് അത് ചെയ്തതെന്ന് നമ്മൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ആ മനുഷ്യൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന നമ്മുടെ മുമ്പിൽ ഫ്ലാറ്റ് ആകുന്നതായിരിക്കും. കാരണം അവർക്കത് ദേഷ്യം വരികയും അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടുകയും അവരുടെ ഇല്ലാത്ത നമ്മുടെ കുറ്റങ്ങൾ അവർ കണ്ടുപിടിക്കുകയും നമ്മളെ തുരത്തി അവർ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലാക്കിക്കോ, ആ മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ്. നമ്മളൊരു മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ അവർ നമ്മളെ ഒട്ടും പ്രതികരിക്കില്ല. അവരുടെ നേരെ അവരൊരു കുറ്റം ചെയ്താൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ അവരുടെ പോരായ്മകൾ ഒരിക്കലും പറഞ്ഞവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. പോരായ്മകൾ എടുത്ത് പറയാൻ പാടില്ല. നേരെ മറിച്ച് അവർ ചെയ്ത ഒരു തെറ്റിനെ എടുത്ത് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. അവരുടെ സ്വഭാവം നമ്മുടെ മുന്നിൽ കല്ല് വെളിച്ചത്താവും. ഉറപ്പ്, 100% ഉറപ്പാണ്. അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ ആ തെറ്റെന്താണോ ചെയ്തത് അത് ചൂണ്ടിക്കാണിച്ച് നോക്കൂ. അപ്പോൾ അറിയാം ആ മനുഷ്യൻ്റെ മുഖംമൂടി ഫ്ലാറ്റായി നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഫോൺ വിളിക്കുമ്പോൾ, അതാണ് അവിടെ വേണ്ടത്. അത്യാവശ്യ കാര്യത്തിന് ഫോൺ വിളിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ എടുക്കാതിരിക്കുക. എന്നിട്ട് ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പണികളോ അങ്ങനെ ഏർപ്പെടുന്ന സമയത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കത് തിരിച്ച് വന്ന് എന്താടോ വിളിച്ചേ എന്നൊരു ചോദിക്കാനുള്ള ഒരു മര്യാദ കാണിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ചില മനുഷ്യരുണ്ട്, നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, നമ്മുടെ സങ്കടമുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അത്യാവശ്യം ഒരു ആശുപത്രി കേസ് കേട്ടോളോ എന്തെങ്കിലും നമുക്ക് മനസ്സിന് വേദന തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഒന്നെങ്കിൽ തല കുമ്പിട്ടിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ടി വി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചക്കയും മാങ്ങയും അല്ല, നമുക്ക് മനുഷ്യനെയും മനസ്സിലാക്കാൻ എളുപ്പം പറ്റാവുന്നതാണ്. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. ഈ മനുഷ്യരെ മനസ്സിലാക്കാൻ ചില പൊടിക്കൈകളുണ്ട്. കാരണം നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ വേറെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇത് ഒരിക്കലും പുറത്തറിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ ആമെന്നെല്ലാം സമ്മതിച്ച് തലകുലുക്കി പോയിട്ട് ഇവർ മറ്റുള്ളവരോട് പറയും. അപ്പോൾ നമ്മളത് ആ മനുഷ്യൻ വഴി നമ്മൾ അത് അറിയുകയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി എന്തുമാത്രം അധംപതിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില കൂട്ടരുണ്ട്, അവർക്ക് എന്ത് സഹായം ചെയ്താലും